കൊടും ചൂടിലാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. ആറന്മുളയിലെ ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജ് നട്ടുച്ച സമയത്താണ് ഇരുപേരൂർ വേട്ടമലയിൽ വോട്ടഭ്യർത്ഥനയുമായി എത്തിയത്. കൊന്നപ്പൂവ് നൽകി സ്വീകരണം. സ്ഥാനാർത്ഥിക്ക് ഒരു കുടയുമായി വോട്ടർ എത്തി. കുട ചൂടിത്തരേണ്ട, താൻ കുട പിടിച്ചോളാം എന്നായി സ്ഥാനാർത്ഥി. കുട പിടിച്ച് സ്ഥാനാർത്ഥിയുടെ പ്രസംഗം. UDF ആരോഗ്യ മേഖലയെക്കുറിച്ച് എന്ത് കള്ളപ്രചാരണം നടത്തിയാലും എത്ര തന്നെ ആക്ഷേപിച്ചാലും സത്യം ജയിക്കുമെന്ന് ഇടത് സ്ഥാനാർത്ഥി. ഒരു കാര്യവും ചെയ്യാതെ കള്ളം മാത്രം പറയും, അധിക്ഷേപിക്കുക, ആക്ഷേപിക്കുക, അവരുടെ രീതിയാണ്. അപ്പൊ ആ നിലയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ മഹാമാരിയിലും മഹാപ്രളയത്തിലും നമ്മളൊന്നിച്ചുണ്ടായി. ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരാണ് നമ്മൾ. ഈ നാടിനെ കുറിച്ച് സ്വപ്നം കണ്ടത് നമ്മൾ ഒരുമിച്ചാണ്. ഈ നാട്ടിലെ ആവശ്യങ്ങൾ എന്തെങ്കിലും സാധിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചത് ഒരുമിച്ചാണ് നമ്മളത് സാക്ഷാത്കരിച്ചത്. ഒരുമിച്ചാണ് ഈ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ ലഭിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയ ഒരു വോട്ടറും പ്രചാരണ സ്ഥലത്ത് ഇടത് സ്ഥാനാർത്ഥിയെ കാണാൻ എത്തിയിരുന്നു. എനിക്ക് അയാട്ട വിഷയം ഒരു മേജർ ഓപ്പറേഷൻ ചെയ്യണമായിരുന്നു. ഇത് കേരളത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് മാത്രമേ ചെയ്യത്തുള്ളൂ. പുഷ്പയിൽ നിന്നാണ് എന്നെ പറഞ്ഞു വിട്ടത്. പക്ഷേ ജീവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കുന്ന സമയത്തിലാണ് എനിക്ക് ഇവിടുന്ന് പോകാൻ സാധിച്ചു. 3 ദിവസത്തെ അവിടുത്തെ 4 ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സ് ആലോചിച്ച് ശനിയാഴ്ച ആഗസ്റ്റ് മാസം 28-ാം തീയതി ശനിയാഴ്ച 5 മണിക്ക് എന്നെ കയറ്റുകയും 29-ാം തീയതി ഞായറാഴ്ച 7 മണിക്ക് എന്നെ ഓപ്പറേഷൻ ചെയ്ത് ICUലോട്ട് മാറ്റുകയാണ്. 21 ഡോക്ടർമാരും അവരോടൊപ്പം 3 അനസ്തേഷ്യ ഡോക്ടർമാരും കൂടെ നിന്നാണ് ഡോക്ടർ. ഏകദേശം 30 ലക്ഷം രൂപ മേളിൽ ചിലവാണെന്നാണ് പുഷ്പയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞത്. സ്വകാര്യ ആശുപത്രിയിൽ ഇതേ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഇത്രയും ലക്ഷം രൂപ ആകുമായിരുന്നു. ട്രീറ്റ്മെന്റ് ഇല്ല, കോട്ടയം മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ. അങ്ങനെ മാഡത്തുമായിട്ട് ബന്ധപ്പെട്ട് മാഡം മെഡിക്കൽ കോളേജിലോട്ട് വിളിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഡോക്ടർ ജയകുമാർ ഡോക്ടറുമായിട്ട് ചെല്ലുകയും എത്രയും പെട്ടെന്ന് ചെയ്ത് വളരെ വിദഗ്ധമായി. ഇപ്പോൾ 9 മാസമായി ഞാൻ പെയ്യെ ഇറങ്ങി തുടങ്ങി. ഇതുവരെ വീട്ടിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഒന്ന് പെയ്യെ ഇറങ്ങി തുടങ്ങി മാഡത്തെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. കൊടും ചൂടിനെ അവഗണിച്ചും സ്ഥാനാർത്ഥികളുടെ പ്രചാരണം പുരോഗമിക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞോ? ഓൾ ദി ബെസ്റ്റ്.